എക്സൽ ഫോർമുലയും ഫംഗ്ഷനും ഉപയോഗിക്കുമ്പോൾ സെൽ റേഞ്ച് മെൻഷൻ ചെയ്യാൻ 3 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. ഒന്നാമത്തേത് റിലേറ്റീവ് റെഫറൻസ്, രണ്ടാമത്തെ മെത്തേഡ് അബ്സൊല്യൂട്ട് റെഫറൻസ് ആൻഡ് ഫൈനൽ മെത്തേഡ് ആണ് മിക്സ്ഡ് റെഫറൻസ്. നമ്മൾ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ അതിലെ സെൽ റേഞ്ച് ഇതിലുള്ള ഏതെങ്കിലും ഒരു റെഫറൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കാതെ എക്സലിലെ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് റോങ് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യുന്നത് സെൽ റെഫറൻസ് ആണ്. ഫ്രണ്ട്സ്, ഇവിടെ കാണുന്ന ഇൻവോയ്സ് ഷീറ്റിലെ ഓരോ മെനു ഐറ്റത്തിൻ്റെയും ടോട്ടൽ പ്രൈസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കാണുന്ന യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രൈസ് ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ സെൽ സെലക്ട് ചെയ്തിട്ട് ഈക്വൽ യൂണിറ്റ് പ്രൈസ് ഉള്ള സെൽ സെലക്ട് ചെയ്യാം ഇൻറ്റു ക്വാണ്ടിറ്റി ഉള്ള സെൽ സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ പ്രൈസ് ലഭിച്ചു. ഇനി ഈ ഫോർമുല താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മുടെ സെല്ലിന്റെ കോർണറിൽ പോയാൽ നമുക്ക് ഫിൽ ഹാൻഡിൽ കാണാം. നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ കൊടുത്ത ആദ്യത്തെ ഫോർമുല B3 ഇൻറ്റു C3 ആണ്. ഇനി രണ്ടാമത്തെ ഫോർമുല നോക്കൂ, B4 ഇൻറ്റു C4. അടുത്തത് B5 ഇൻറ്റു C5, B6 ഇൻറ്റു C6. അതായത് നമ്മുടെ ആദ്യത്തെ ഫോർമുലയിൽ സെലക്ട് ചെയ്ത സെല്ലിനെ ബന്ധപ്പെടുത്തി റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ താഴോട്ട് കോപ്പി ചെയ്ത സെല്ലിലെ ഫോർമുലാസ് ഫോളോ ചെയ്യുന്നത്. ഈ രീതിയിലുള്ള സെൽ റെഫറൻസിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായി അബ്സൊല്യൂട്ട് സെൽ റെഫറൻസ്. ഈ ഇൻവോയ്സ് ഷീറ്റിൽ നമ്മുടെ മെനു ഐറ്റത്തിന്റെ ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ടാക്സ് കൂടി ആഡ് ചെയ്യണം. അതിനായി ഞാൻ ഇവിടെ സെയിൽസ് ടാക്സ് കോളത്തിൽ ഈക്വൽ റൗണ്ട് ബ്രാക്കറ്റ് നമ്മുടെ യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യുക ഇൻറ്റു ഇനി ക്വാണ്ടിറ്റി റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യുക ഇൻറ്റു നമ്മുടെ ടാക്സ് റേറ്റ്, അതായത് സെൽ E2 സെലക്ട് ചെയ്യുക, എൻ്റർ. അങ്ങനെ നമുക്ക് സെയിൽസ് ടാക്സ് ലഭിച്ചു. ഇനി നമ്മുടെ ഫോർമുല ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതുമല്ലെങ്കിൽ നമ്മുടെ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. വാവ്, സൂപ്പർ ഫ്രണ്ട്സ്, നമ്മൾ ഡ്രാഗ് ചെയ്ത ഫോർമുല കുറെ ഇറർ വാല്യൂസ് റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് ലഭിച്ച വാല്യൂസ് ഒക്കെ നോക്കൂ, 2000, 64,000 വളരെ തെറ്റായ വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം നമ്മുടെ ഫോർമുലാസ് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഫോർമുല B4 ഇൻറ്റു C4 ഇൻറ്റു E2 ആണ്. E2 ആണ് നമ്മുടെ ടാക്സ് റേറ്റ്. ഇനി താഴെയുള്ള സെല്ലിലെ ഫോർമുല ഒന്ന് നോക്കാം. B5 ഇൻറ്റു C5 ഇൻറ്റു E3 ആയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോർമുല നമ്മൾ താഴോട്ട് കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമുലയിലെ മൂന്നാമത്തെ കോമ്പണന്റ്, അതായത് ടാക്സ് റേറ്റ്, നമ്മുടെ E2 സെല്ലിന് റിലേറ്റീവ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ്. ഇനി താഴെയുള്ള ഫോർമുല നോക്കൂ, B6 ഇൻറ്റു C6 ഇൻറ്റു E4. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ടാക്സ് റേറ്റ് ഉള്ള സെൽ E2 നമ്മുടെ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ അതിനെ ഫിക്സ്ഡ് ആക്കണം, അത് റിലേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്യരുത്. അതിനായി നമ്മൾ ആദ്യം കൊടുത്ത സെല്ലിലെ ഫോർമുല നോക്കൂ. ഇവിടുത്തെ E2 ഫിക്സ് ചെയ്യാൻ നമ്മൾ ഡോളർ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ E എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കോളമാണ്, അപ്പോൾ ഇന്റെ മുമ്പ് ഒരു ഡോളറും 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് റോ നമ്പർ ആണ്, അതിന് മുന്നേയും ഒരു ഡോളർ സൈൻ കൊടുക്കാം. ഈ രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ കോളവും റോയും ഫിക്സ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്കായി ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ മാനുവലി ഡോളർ കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഈ സെൽ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് F4 പ്രസ് ചെയ്താൽ മതി. നമുക്കിനി എൻ്റർ പ്രസ് ചെയ്യാം. നമുക്കിനി നമ്മുടെ ഫോർമുല വീണ്ടും താഴോട്ട് ഡ്രാഗ് ചെയ്യാം. നമുക്ക് റാൻഡമായി ഒരു സെൽ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫോർമുല ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം $E$2, അതായത് നമ്മുടെ ടാക്സ് റേറ്റ് ഫിക്സ് ആയിരിക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ കോളത്തിനെയും അതുപോലെ റോനെയും ഒരുമിച്ച് ഫിക്സ് ആക്കുന്നതിനെയാണ് അബ്സൊല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഫൈനലി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ്ഡ് സെൽ റെഫറൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഡാറ്റ കാണാം. തേർഡ് റോന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാൻ H3 സെല്ലിൽ Alt ഈക്വൽ എന്ന് പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സം ഫംഗ്ഷൻ അപ്ലൈ ആയി. നമുക്ക് ജസ്റ്റ് നമ്മുടെ റേഞ്ച് മാത്രം ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി ഈ ഫോർമുലയിലെ റേഞ്ച് നമ്മൾ കേഴ്സർ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് F4 പ്രസ് ചെയ്യുന്നു. വീണ്ടും F4 പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ മിക്സ്ഡ് റെഫറൻസ് കാണാം. അതായത്
കോളം എ ടു ജി ഫിക്സ്ഡ് അല്ല, എന്നാൽ തേർഡ് റോ ഡോളർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഈ ഫോർമുല താഴോട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് 42 തന്നെ ലഭിക്കും. ഇതിനു കാരണം നമ്മുടെ തേർഡ് റോ ഫോർമുലയിൽ നമ്മൾ ഫിക്സ് ചെയ്തു. ഡ്രാഗ് ചെയ്താൽ പോലും അത് ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഇനി നമ്മുടെ ഫോർമുല നമുക്ക് വലത്തോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്യാം. നമുക്കിവിടെ ഡിഫറെന്റ് വാല്യൂസ് ലഭിച്ചു. ഇതിന് കാരണം നമ്മുടെ ആദ്യത്തെ സെല്ലിലെ ഫോർമുല ഡിപ്പെൻഡ് ചെയ്യുന്നത് എ ടു ജി കോളമും തേർഡ് റോയുമാണ്. ഈ റോ നമ്മൾ ഫിക്സ് ചെയ്യുകയും എ ടു ജി ഫ്രീ ആക്കി വെച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ആ എ ടു ജി കോളത്തിന് റിലേറ്റീവ് ആയിട്ടാണ് അടുത്ത സെല്ലിലെ ഫോർമുല ചേഞ്ച് ആവുക. നമ്മുടെ അടുത്ത സെല്ലിലെ ഫോർമുല നോക്കിയാൽ ഇവിടെ കാണാം എ ടു ജി എന്നുള്ളത് ബി ടു എച്ച് ആയി, അതുപോലെ അടുത്ത സെല്ലിൽ സി ടു ഐ ആയി. ഫ്രണ്ട്സ്, ഇൻ ഷോർട്ട് ഡോളർ സൈൻ ആണ് ഏതാണ് റെഫറൻസ് എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഡോളർ സൈൻ കോളത്തിന് കൊടുത്ത കോളം ഫിക്സ് ആവും, റോ നമ്പറിന് കൊടുത്ത റോയും ഫിക്സ് ആകും. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ പോരട്ടെ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.